ഇച്ചിരി മുമ്പിൽ നിന്ന് അറിയും ഇച്ചിരി പുറത്ത് ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അമ്മയും
മതാധ്യാപനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ മതാധ്യാപകരെയും കുട്ടികളെയും നമുക്ക് ഹൃദയമായിട്ട് വെളിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും ദൈവത്തിന് പ്രത്യേകമായി വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും വായന അധ്യായം 4 വാക്യങ്ങൾ 10 മുതൽ 24 വരെ. സഹോദരനെ അനുഗ്രഹിക്കട്ടെ. ദിവസം കർത്താവ് എന്നോട് ആജ്ഞാപിച്ചു, ജനത്തെ എന്റെ മുമ്പിൽ വിളിച്ചു കൂട്ടുക. ഈ ഭൂമുഖത്ത് വസിക്കുന്നിടത്തോളം കാലം എന്നെ ഭയപ്പെടാൻ പഠിക്കുന്നതിനും അവർ അത് തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്നതിനും എന്റെ വാക്കുകൾ അവർ കേൾക്കട്ടെ. നിങ്ങൾ അടുത്ത് വന്ന് പർവ്വതത്തിന്റെ അടിവാരത്തിൽ നിന്നു. ആകാശത്തോളം ഉയർന്ന് അഗ്നിയാൽ പർവ്വതം ധരിച്ചുകൊണ്ടിരുന്നു. അന്ധകാരവും കനത്ത മേഘവും അതിനെ ആവരണം ചെയ്തിരുന്നു. അപ്പോൾ അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ചു. നിങ്ങൾ ശബ്ദം കേട്ടു, ശബ്ദം മാത്രം, രൂപം കണ്ടില്ല. തന്റെ ഉടമ്പടി അവിടുന്ന് നിങ്ങളോട് പ്രഖ്യാപിച്ചു. നിങ്ങളോട് അനുഷ്ഠിക്കുവാൻ അവിടുന്ന് ആജ്ഞാപിച്ച 10 കൽപ്പനകളാണവ. 2 കൽപ്പനകളിൽ അവിടുന്ന് അവ എഴുതി. നിങ്ങൾ ചെന്ന് കൈവശമാക്കുന്ന ദേശത്ത് നിങ്ങൾ അനുഷ്ഠിക്കേണ്ട ചട്ടങ്ങളും നിയമങ്ങളും നിങ്ങളെ പഠിപ്പിക്കാൻ കർത്താവ് അന്ന് എന്നോട് കൽപ്പിച്ചു. അതിനാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും കുറേതിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല. അതിനാൽ ഏതിൻ്റെയെങ്കിലും സാദൃശ്യത്തിൽ പുരുഷന്റെയോ സ്ത്രീയുടെയോ ഭൂമിയിലുള്ള ഏതെങ്കിലും മൃഗത്തിൻ്റെയോ ആകാശത്തിലെ ഏതെങ്കിലും മറയുടെയോ നിലത്തിരിക്കുന്ന ഏതെങ്കിലും ജന്തുവിൻ്റെയോ ഭൂമിക്കടിയിൽ ജലത്തിൽ വസിക്കുന്ന ഏതെങ്കിലും മത്സ്യത്തിൻ്റെയോ സാദൃശ്യത്തിൽ വിഗ്രഹമുണ്ടാക്കി നിങ്ങൾ തന്നെ അശുദ്ധരാക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുകയും നിങ്ങൾ ആകാശത്തിൻ്റെ നക്ഷത്രങ്ങളെയും എല്ലാ ആകാശഗോളങ്ങളെയും കണ്ട് ആകൃഷ്ടരായി അവരെ ആരാധനകൾക്കും വേണ്ടി നിങ്ങളുടെ ദൈവമായ കർത്താവ് നൽകിയിട്ടുള്ളവയാണ്. ഇന്നത്തെ പോലെ പ്രദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും സ്നേഹവും ശക്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കും. എല്ലാ മതാധ്യാപകരെയും മതബോധന പരിപാടികൾക്ക് ഇടവക തലത്തിൽ ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെയും സന്യാസികളെയും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങൾ നേരുകയും ചെയ്യുന്നു. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കൂടിയിട്ട് 50 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. കൗൺസിൽ രേഖകൾ കുടുംബത്തെ ഡൊമസ്റ്റിക് ചർച്ച്, ഗാർഹിക സഭ എന്നാണ് സൂചിപ്പിക്കുക. കുടുംബമാകുന്ന പ്രസംഗപീഠത്തിലാണ് ദൈവവചനം ആദ്യമായി സംഗ്രഹിക്കപ്പെടേണ്ടതും പ്രസംഗിക്കപ്പെടേണ്ടതും. അവിടെ തിരുവചനത്തിൻ്റെ നമ്മുടെ
സന്യാസ ഭവനങ്ങളിലും ചില കുടുംബങ്ങളിലും ഭക്ഷണത്തിന് മുൻപേ വിശുദ്ധ ഗ്രന്ഥം ഒരു ഭാഗം വായിക്കുന്നത് പതിവുണ്ടല്ലോ. പങ്കുവയ്ക്കലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. മതബോധനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ദൈവോന്മുഖത അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവസ്നേഹത്തിൽ യോഗ്യവാന്മാർക്കല്ല സ്പർശം നൽകി സുഖപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. യേശുവേ, ഞങ്ങളായിരിക്കുന്ന പഠന മേഖലയും ജോലി മേഖലയും അങ്ങയുടെ തിരുരക്തത്താൽ സംരക്ഷിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കണം. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ഞങ്ങൾ വളരുകയും നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും സ്നേഹത്തിൻ യാഥാർപ്പണം
ഈ വേദിയിൽ നമ്മുടെ എല്ലാ മതാധ്യാപകരും നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മതാധ്യാപകരുടെ പ്രതിജ്ഞയാണ് അടുത്തതായിട്ട് വരുന്നത്. ഈ ഒരു വർഷക്കാലം അവരുടെ പ്രയത്നങ്ങൾ ഫലമുണ്ടാകുകൊണ്ട് നൽകണമേ. മതാധ്യാപകരുമായിട്ട് ചിലതരുന്ന പ്രതിജ്ഞ ഏറ്റുചൊല്ലുക. Almighty God the Father, I believe in you, and in the Holy Spirit the life giver. I proclaim Jesus Christ as my Savior, Lord and teacher. I believe in the church and I am proud to be belonging to the church. I accept my call to be a catechism teacher as my duty. I proclaim that I will adhere to the teaching of the church and I will teach catechism with honesty and responsibility to all the children given under my care. I promise that I will fulfill my duty sincerely by leading an exemplary life with fidelity to God of the Church. May the Blessed Virgin Mary, Saint Joseph, and Saint Charles Borromeo, the patron of the Catechism teachers, help me in this sacred duty. Amen. ചില്ലകളൊന്നായി വീശി പുഞ്ചിരി തൂകി പാടുന്നു നീഹാരം മുത്തമിടം ഷാരോണിൻ. ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ, കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. കർത്താവേ, തീർത്തും അയോഗ്യരാകുന്നു എങ്കിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുതാ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
എന്നിലണയും സ്നേഹം ദൈവസ്നേഹം അകതാരിലലിയാൻ വരുന്നു സ്നേഹം എൻ്റെ ഈശോ നാവിലല്ലേ നാഥൻ സ്നേഹത്തിൻ കൂദാശയേകി നിന്നിച്ച മാനസത്തിൽ നീ കൈയിലല്ലേ രക്ഷിക്കപ്പെട്ട സഭയെ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞ. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. രാജാവിഴുന്നള്ളുന്നു സ്വർഗീയ വൃന്ദങ്ങൾ ചേരുന്നു തിരുവോത്തിയിൽ
ഇപ്പോഴും എപ്പോഴും എന്ന് ശത്രുതയെല്ലാം നീക്കി നിതാന്തം ഹൃദയം ദീപ്തമാക്കാം. ഹൃദയമൊരുക്കാം നാഥനു നിത്യം നിറയാം ആത്മാവാ. പരിരക്ഷണമതി നിലവും തിരുമേയും റെക്കോർഡിങ് വെച്ചപ്പോൾ അത് മാറുകയുണ്ട്.